നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരാമർശിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ സുതാര്യതയില്ലായ്മയെക്കുറിച്ച് ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഹൈക്കോടതി ചോദിച്ചത് ഒരു പെട്ടിക്കട നടത്തുന്ന ആൾ പോലും ഇതിനേക്കാളും ഭംഗിയായി കണക്കുകൾ കാത്തു സൂക്ഷിക്കും എന്നാണ്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പണ്ട് മുതലേ നടക്കുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ തട്ടിപ്പുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൃത്യമായ കണക്ക് അടിയന്തരമായി ഹാജരാക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമലയിലെ ആടിയ നെയ്യ് അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 22,000 പാക്കറ്റുകൾ വിറ്റതിൻ്റെ കണക്ക് പോലും അവിടെ എങ്ങും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും വിചിത്രമായൊരു കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കിയപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ശബരിമലയിലെ ആടിയ നെയ്യ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വിശുദ്ധമായ ഒന്നാണ്. ഇത് വിൽപ്പന നടത്താറുണ്ട്. അങ്ങനെ വിറ്റതിൻ്റെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന 22,000 പാക്കറ്റ് നെയ്യിൻ്റെ കണക്ക് ഇപ്പോഴും ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും രസകരമായ കാര്യം. മാത്രമല്ല, ഇപ്പോൾ ശബരിമലയിൽ നിന്ന് അവരുടെ ഓഡിറ്ററുടെ കയ്യിൽ കൊണ്ട് കൊടുത്ത കണക്ക് മുഴുവൻ തെറ്റായിരുന്നു എന്ന് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സമ്മതിക്കേണ്ടി വന്നു. തെറ്റ് ഓഡിറ്ററുടെ ഭാഗത്തു നിന്നല്ല ഉണ്ടായത്, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശബരിമലയിൽ ഇപ്പോഴും ഇതാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചനയായി മാറുക തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണം. മാത്രമല്ല, ശബരിമലയിൽ കഴിഞ്ഞ ശനിയാഴ്ച പടിപൂജ മുടങ്ങിയിരുന്നു. ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് അന്വേഷിച്ചിരുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമലയിൽ ഇപ്പോൾ ഇടനിലക്കാർ അത്ര സജീവമല്ല എന്നുള്ളത്. നേരത്തെ ശബരിമലയിൽ എല്ലാ കാര്യങ്ങൾക്കും ഇടനിലക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പടിപൂജ 1,37,000 രൂപയാണ് ഒരു പടിപൂജയ്ക്ക് ഒരാൾ നൽകേണ്ടത്. 2040 വരെ ഇതിനോടകം തന്നെ ബുക്കിംഗ് പൂർത്തിയായിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച പടിപൂജയ്ക്ക് ആളെത്തിയില്ല, പകരമാരും വന്നതുമില്ല. നേരത്തെ ഇത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മുമ്പ് നടന്നിരുന്നത് തലേദിവസം തന്നെ മൈക്കിലൂടെ ഇക്കാര്യം അനൗൺസ് ചെയ്യുകയും ഭക്തജനങ്ങൾക്ക് ഈ പൈസ കൊണ്ട് അടച്ചാൽ അവരുടെ പേരിൽ അടുത്ത ദിവസം പടിപൂജ നടത്താനുള്ള സംവിധാനമായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെ ആരും തയ്യാറായിട്ടില്ല. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ അന്ന് പ്രവർത്തിച്ചിരുന്നത് ഇടനിലക്കാരായിരുന്നു. പലപ്പോഴും ഇവർ വ്യാജ പേരുകളിൽ നേരത്തെ ബുക്ക് ചെയ്യുമായിരുന്നുവെന്നും സമയമാകുമ്പോൾ ഇതിന് മറച്ചു നൽകുന്ന രീതി ഉണ്ടായിരുന്നുവെന്നും ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് വ്യാപകമായ ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഇടനിലക്കാരുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് വിജിലൻസിനെ പേടിച്ച് തന്നെയാണ്. കാരണം വിജിലൻസ് വളരെ കൃത്യമായി നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നിരീക്ഷണങ്ങൾ തങ്ങളുടെ തലയ്ക്കുമേലുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവസ്വം ബോർഡിലെ അഴിമതിക്കാരെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഇടനിലക്കാരാകാൻ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്തരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പന്നരാണെങ്കിൽ അവർ ഈ 1,37,000 രൂപയുടെ എത്രയോ ഇരട്ടി വേണമെങ്കിലും നൽകി പടിപൂജ നടത്താൻ മുമ്പ് സന്നദ്ധരാകുമായിരുന്നു. ഈ പൈസ മുഴുവൻ പോകുന്നത് ഈ ഇടനിലക്കാരുടെ കീശയിലേക്കായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്ന് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ക്രമക്കേടുകളും നടന്നിരുന്നത്. പലതരം വഴിപാടുകൾ മറച്ചുവിറ്റ് പണമുണ്ടാക്കുന്ന ഇഷ്ടം പോലെ ഇടനിലക്കാർ നേരത്തെ സന്നിധാനത്തുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരെല്ലാവരും മുങ്ങിയിരിക്കുകയാണ്. കാരണം പിടി വീഴും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ ആകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കി തരികയാണ് അവിടുത്തെ ഓരോ നടപടികളും. കെ ജയകുമാറിനെ പോലെയുള്ള വളരെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വന്നിട്ട് പോലും അവിടുത്തെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിനൊപ്പം ഉയരുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയായിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കള്ളക്കണക്ക്. ഒടുവിലാണ് പറയുന്നത് ഇത് ഓഡിറ്റർമാർക്കല്ല അബദ്ധം പറ്റിയത്, ഇത് ഇവിടെ നിന്ന് കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്കാണ് പറ്റിയത്, എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു കള്ളക്കണക്കാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭജന നടത്താനെത്താത്ത ഭജന സംഘത്തിനും 8 ലക്ഷം രൂപയും മുഖ്യമന്ത്രിക്ക് കടക്കാൻ 1 ലക്ഷം രൂപ കട്ടിലും തുടങ്ങി നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള അതിവിചിത്രമായ കണക്ക് ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഏതായാലും അതിശക്തമായ നീക്കങ്ങളിലൂടെ മാത്രമേ ശബരിമലയിലെ ഈ തട്ടിപ്പ് സംഘത്തെ, ഈ കൊള്ളക്കാരെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും കെ ജയകുമാറിനെ പോലെയുള്ള വളരെ മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രാജുവിനെ പോലെ ഒരു മുൻ മന്ത്രി ഒക്കെ ഇപ്പോഴത്തെ ഭരണസമിതിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിച്ചാൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ തട്ടിപ്പുകാരെ അവിടെ നിന്ന് ഓടിച്ചു വിടാനും കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ പടിപൂജ മുടങ്ങിയപ്പോൾ പകരക്കാരെ എത്തിക്കാൻ ഇടനിലക്കാർ വരാതിരുന്നത് എന്ന് വേണം കരുതാൻ.